അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ശാന്തിയുടെ ദീപ്തിമയൂഖങ്ങൾ ലോകമെങ്ങും പ്രസരിപ്പിച്ചുകൊണ്ട് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നതിന്റെ പുണ്യസ്മരണകൾ വീണ്ടും ഉണരുകയായി. കൊട്ടാരങ്ങളും രാജപദവിയും ഇല്ലാതെ ലോകത്തെ രക്ഷിക്കുവാൻ കടന്നു വന്ന ഉണ്ണിയേശു തന്റെ ജനനത്തിനായി തിരഞ്ഞെടുത്തത് കാലിത്തൊഴുത്തായിരുന്നു. സ്വയം ശൂന്യനായി എളിയവരിൽ എളിയവനായി ലോകത്തിലേക്ക് കടന്നു വന്ന ഉണ്ണിയേശു മാനവരാശിയെ പഠിപ്പിക്കുന്നത് എളിമയുടെയും ലാളിത്യത്തിന്റെയും പാഠങ്ങളാണ്. വൈദ്യുതി അലങ്കാരങ്ങളുടെയും നക്ഷത്ര വിളക്കുകളുടെയും മിന്നുന്ന ശോഭയിലല്ല, മറിച്ച് കരയുന്നവരുടെയും വേദനിക്കുന്നവരുടെയും അനാഥരുടെയും അത്താണിയായി നാം മാറുന്നിടത്താണ് ഉണ്ണിയേശുവിനെ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുക. ഉണ്ണിയേശുവിന്റെ സ്നേഹ സന്ദേശമാകട്ടെ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് ലഭിക്കുക. ലോകത്തിന് മുമ്പിൽ വിലമതിക്കപ്പെട്ടതൊന്നുമില്ലാത്ത ആട്ടിടിയ സമൂഹത്തിനാണ് ഉണ്ണിയേശുവിനെ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ഉണ്ണിയേശുവിനെ ഉദരത്തിൽ സംവഹിച്ച് ലോകത്തിന് നൽകുവാനുള്ള ഭാഗ്യം ലഭിച്ചതാകട്ടെ ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിനായിരുന്നു. അതെ, സ്വാർത്ഥതയും ലൗകിക മോഹങ്ങളും വെടിഞ്ഞ് ആത്മീയതയാൽ നാം നിറയുമ്പോഴാണ് ദൈവകൃപ നമ്മിലേക്ക് ഒഴുകിയെത്തുക. ഉണ്ണിയേശുവിനെ തേടിയിറങ്ങിയ പൂജരാജാക്കന്മാരെ പോലെ ദൈവത്തെ തേടിയുള്ള യാത്ര, ഒപ്പം സഹോദരങ്ങളുടെ ഹൃദയത്തിലേക്കും കൂടിയുള്ള യാത്രയാണെന്ന് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുൽക്കൂടും നക്ഷത്ര വിളക്കുകളും മഞ്ഞുപൊഴിയുന്ന ക്രിസ്മസ് രാവും നമ്മിൽ ഉണർത്തുന്നത് സ്നേഹ സംസ്കാരത്തിന്റെ അലയൊലികളാണ്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യപുത്രനായ, സ്നേഹിതന് വേണ്ടി ജീവിതം ത്യജിക്കുവാൻ ആഹ്വാനം ചെയ്ത, പ്രകാശം നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ നക്ഷത്രമായി മാറിയ ഉണ്ണിയേശു നൽകുന്ന സ്നേഹ സംസ്കാരത്തിൽ നമുക്ക് വളരാം. സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ആത്മസംയമനവുമാകുന്ന പുണ്യ മലരുകൊണ്ട് ഉണ്ണിയേശുവിന് നമുക്ക് പുൽക്കൂടൊരുക്കാം. സുഹൃത് സുരഭിലമായ പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സമാഗതമായ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി.